ദ മോസ്റ്റ് അവൈറ്റഡ് മലയാളം മൂവി ഓഫ് 2026 ഫോർ മീ. എനിക്ക് ദൃശ്യം 3 തന്നെയാണ്. ദൃശ്യം 2 തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായി പോയിരുന്നു. ദൃശ്യം 3യിൽ എന്ത് ബ്രില്യൻസ് ആണ് ജിത്തു ജോസഫ് കാണിക്കാൻ പോകുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു അഭിനയം ഉണ്ടല്ലോ, ജോർജ് കുട്ടിയെ 4ാം ക്ലാസ്സുകാരൻ ഇനി എന്ത് കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിനകത്തുണ്ട്. ആൻഡ് എന്തായിരിക്കും ദൃശ്യം 3 എന്നുള്ളത്. സോ ദൃശ്യം 3ൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവൻ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട്. ലെറ്റ്സ് വാച്ച്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. സൊസൈറ്റിയിൽ എല്ലാവർക്കും ഇതിനെ സത്യം അറിയാമോ? ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞു? പ്രസ് അത് ശ്രദ്ധിച്ചാ? ആ രണ്ടുപേരുടെ കഴുത്തിലും പ്രസ്സിൻ്റെ ടാഗ് ഉണ്ട്. പ്രസ് മീഡിയ. ഒരു മീഡിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ പരിപാടി? പിന്നെ നാട്ടുകാർക്കൊക്കെ റിയാലിറ്റി അറിയാമെന്ന് പറയുമ്പോൾ ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പ്രശ്നം കഴിഞ്ഞാണല്ലോ, എന്ത് പ്രശ്നം പോലീസിന്റെ രീതികൾ കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. അപ്പൊ ഈ ലേഡി മീഡിയ ആണ്. ബട്ട് യു ആർ നെവർ സോ എന്ത് ആ നൃത്തമുണ്ടല്ലോ, ആ നൃത്തത്തിനെ കുറിച്ച് 2 വാക്ക് പറയണം. ആ നൃത്തം നമ്മളെ കോരിത്തരിപ്പിച്ച് അത്രയൊന്നും. ആ ഫ്രെയിം, അതുപോലുള്ള ഫ്രെയിം, ആ നൃത്തം, അങ്ങനെ സിനിമയിൽ വെറുതെ ചുമ്മാ നിന്നുകൊണ്ടുള്ള ഒരു കോരിത്തരിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല മലയാളികൾക്ക്. ദൃശ്യത്തിൽ ജോർജ് കുട്ടീൻ്റെ ആ നെറുപ്പുണ്ടല്ലോ, ആ കയ്യിൽ മറ്റേ മണ്ണിട്ടീം പിടിച്ചിട്ട്, അതൊന്നും തന്നെ സാധനമേ. വാട്ട് ഇറ്റ് കോസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അയാളുടെ ഡിഫൻസ് നമ്മൾ കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം ഇയാൾ ഒളിപ്പിച്ച് വെച്ച ആ സത്യം അയാളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി, അതായത് വാട്ട് ഇറ്റ് കോസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അയാൾക്ക് അതേ പകരം കൊടുക്കേണ്ടി വന്ന ലൈഫിൽ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു പശ്ചാത്താപം ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ഈ ഒരു ട്രെയിലറിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചെങ്കിൽ, ഇതാ നാടൻ ദൃശ്യം വൈബിന്ന് മാറി, നാട്ടിൻപുറം നാട് ആ സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്ക് എന്ത് ഇതൊരു ഒരു വേറെ ടെറൈനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടി പശ്ചാത്തപിച്ച് എല്ലാം വിളിച്ച് പറയൂ. നമ്മുടെ പ്രസക്തി മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ മീഡിയ ഇൻവെസ്റ്റിഗേഷൻ. എല്ലാം കഴിഞ്ഞില്ലേ? ലാലേട്ടൻ ഫോണിൽ എന്തോ കണ്ട് ഞെട്ടുന്നുണ്ട്, സംതിങ്. അതെന്തായിരിക്കും? എന്നാലും ആ ട്രെയിലറിൻ്റെ ലാസ്റ്റ് ആ ഒരു സീൻ, കാരണം അതിന് മുമ്പ് ചെറിയ കുട്ടി എന്തോ കണ്ട് ഞെട്ടുന്നുണ്ട് ഫോണിൽ, അതിൻ്റെ ലാലേട്ടൻ കണ്ട് ഞെട്ടുന്നുണ്ട്. സംതിങ് ഫിഷി. വരണം കണ്ട് തിരിച്ചു വരൂ. അറിയാൻ പാടില്ലല്ലേ ജിത്തു ജോസഫ് ഏത് രീതിക്ക് ഈ സാധനം എടുത്ത് വയ്ക്കുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ ഈ പ്രസ് മീറ്റൊക്കെ കൊടുത്ത സമയത്ത് ഈ 13 വർഷത്തിൻ്റെ ഗ്യാപ്പും ഇവർ എന്താ പറയുക നാട്ടിൻപുറത്തുനിന്ന് മാറി ഇവരുടെ ആ ഒരു ടെറൈൻ മൊത്തത്തിൽ അവർ ഒരു എന്താ പറയുക ടൗൺ സെറ്റപ്പിലേക്ക് വന്നതും, അത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ 4ാം ക്ലാസ്സുകാരനിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം, അത് ട്രെയിലറിൽ വളരെ എവിഡൻ്റായി. ഇത് കൃത്യമായിട്ട് ജിത്തു ജോസഫ് പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അയാൾ പശ്ചാത്തപിച്ചു തുടങ്ങി. ആളുകളുടെ ചോദ്യം അയാൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയി. അപ്പം ഇനി അയാൾ റിയാലിറ്റി റിവീൽ ചെയ്യൂ അറിയാൻ പാടില്ല. ആൻഡ് മീഡിയ, സോഷ്യൽ മീഡിയ ആയിരിക്കണം. ലൈക്ക് അന്ന് നടന്ന സമയത്ത്, ദൃശ്യം 1 നടന്ന സമയത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു എലമെൻറ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് അതർ മീഡിയാസ് വെർ ദേർ. സോഷ്യൽ മീഡിയയും കൂടി വരുന്ന സമയത്ത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, ദൃശ്യം 2 ആയിട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം ഫോണിലാണ് എന്തോ കണ്ട് ഞെട്ടുന്നത്. മേ ബി ആ CCTV വിഷ്വൽ
സംതിങ് പറയാൻ പറ്റൂല. ദൃശ്യം 2 ഞാൻ മറന്നുപോയി സത്യത്തിൽ. ഇനി ഇരുന്ന് കാണണം, അതിനകത്ത് ഇനി എന്തെങ്കിലും ലീഡ്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. ഈ CCTV ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മേ ബി കാണുമായിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സംതിങ് എന്താണെങ്കിലും ഒരു മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ മുന്നോട്ട് പോകുന്നൊരു സാധനമാണെന്ന് തോന്നുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ജോർജ് കുട്ടി 4ാം ക്ലാസ്സുകാരൻ ഡിഫൻസൊക്കെ മാറ്റിവെച്ച് പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മൂഡാണ്. ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു വാള് പോലെ, ഒരു മതിൽ പോലെ എൻ്റെ ഫാമിലിക്ക് മുന്നിൽ നിന്ന ലാലേട്ടൻ്റെ ജോർജ് കുട്ടീനെയല്ല നമുക്കിതിൽ ദൃശ്യം 3യുടെ ട്രെയിലറിൽ കാണാൻ പറ്റിയ. തണുത്തുറഞ്ഞ് ഐസ്മല ഉരുക്കി തുടങ്ങി ജോർജ് കുട്ടീൻ്റെ. ഇനി ഇത് ഇൻട്രസ്റ്റിംഗ് ആവും. ഇത് ശരിക്കും ഇതോടെ നിൽക്കില്ല തോന്നുന്നുണ്ട്, ഇത് ഇനി മുന്നോട്ട് പോകും തോന്നുന്നുണ്ട്. എന്താണെങ്കിലും കിടിലൻ സാധനം. ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു വേറെ തരം പഞ്ചാണ് ദൃശ്യം 3ൻ്റെ. ദൃശ്യം സീരീസിൻ്റെ മൊത്തത്തിൽ വെരി എക്സൈറ്റഡ്. FDFS എന്താണെങ്കിലും തൂക്കും.